എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നല്ല വലിയ തളയം കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കിലോ ഉണ്ട്. പിന്നെ നല്ല ഫ്രഷ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് വാങ്ങി. അപ്പോൾ ഇന്നത്തെ ഊണിന് നമുക്ക് സ്പെഷ്യലായിട്ട് തളയം മുളക് ഇട്ടതാണ്. അതായത് തളയം മുളക് കറി. പിന്നെ തളയം വറുത്തിട്ടുണ്ട്. പിന്നെ പപ്പക്കായും പയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൂബിക്കായ ഉപ്പിലിട്ടതും നാരങ്ങച്ചാറും. അപ്പോൾ ഇന്നത്തെ ഊണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് മുളക് കറി ഉണ്ടാക്കുന്നതാണ്. വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന കറിയാണ്. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായിട്ട് സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ചെറുള്ളി, വെളുത്തുള്ളി, വേപ്പില എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ചെറിയ കഷ്ണം കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് കൂടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് എരിവ് കുറവുള്ള മുളകാണ്. പിന്നെ നമ്മൾ മുളക് പൊടി വേറെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില കുറച്ച് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഫ്രൈ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ. അത് കഴിഞ്ഞിട്ട് ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് കശ്മീരിയുടെ മുളകാണ് കേട്ടോ, അതാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു ടീസ്പൂണ് സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല എരിവുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് എത്രത്തോളം ചാറ് ആവശ്യമുണ്ട് അത്രത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ കറിയിൽ ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കോൽപ്പുളിയാണ് ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, കുറച്ച് തക്കാളി പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയും ചേർക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ തക്കാളിക്ക് പുളി കുറവാണ് കേട്ടോ. അപ്പോൾ പുളി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മളെ മീൻ അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ തളയനാണ്. മീൻ നല്ല ഫ്രഷ് ആയിരുന്നു. പിന്നെ ഒരുപാട് ടൈം വേവിക്കരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ഒരു 10-20 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. പിന്നെ മീൻ ഏകദേശം വേവാനാവുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല പ്രത്യേക ഒരു സ്മെല്ലാണ്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിക്ക് കറിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല എരിവും നല്ല പുളിയുള്ള അടിപൊളി കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.